എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസമായിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇന്ന് 1201 ആണ്ട് മകരമാസം 25-ാം തീയതി 8/2/2026 ഞായറാഴ്ചയാണ്. ഇന്ന് എല്ലാവർക്കും വിശ്രമത്തിൻ്റെ ദിവസമാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്ന ദിവസമാണ്. ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾക്ക് ഏറ്റവും നല്ല ഭാഗ്യം വരുന്നതായി അറിഞ്ഞ് ഏകദേശം 9 നാളുകൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ദിവസമാണ്. പുതിയ സംരംഭകർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും അതേപോലെ പുതിയതായി തൊഴിൽ ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നിയമപരമായ തടസ്സങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നവർക്ക് തടസ്സമെല്ലാം മാറി എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നതായി കാണുന്നു. കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശാവഹമായൊരവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുട്ട് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ വേദന വർദ്ധിക്കുവാനും ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ വർദ്ധിക്കുവാനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഏഴരശനി കാലമാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും പുതിയ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുവാനും ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകൾക്ക് നല്ല ഒരു ഭാവി അല്ലെങ്കിൽ നല്ല ജീവിതം വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് ഉയർച്ച വരുന്നത് കണ്ടോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് വിരാമമിടുന്ന രീതിയിലുള്ള മെസ്സേജുകൾ കണ്ടോ ഒക്കെ വളരെ സന്തോഷിക്കുവാനായിട്ടുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചമായ മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കും. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷവും അംഗീകാരവും ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആ ശാരീരിക ക്ലേശം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന മൂലം ചില പാളിച്ചകൾ വരുവാനും ചില കലഹങ്ങളിൽ ഏർപ്പെടുവാനും സാധ്യതയുണ്ട്. ഇന്ന് കലഹത്തിന് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വളരെ ശ്രദ്ധിക്കുക, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. കൂടാതെ വസ്തു സംബന്ധമായ തർക്കങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി കലഹിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യമായിട്ടുള്ളത്. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുകയും ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ ഇന്നത്തെ ദിവസം കടന്നു പോകാൻ എളുപ്പമാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടുന്നതായിട്ട് കാണുന്നു. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപരിപഠനത്തിനുള്ള ശ്രമവും വിജയകരമായി പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഊർജ്ജസ്വലമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ ജോലി ഏറ്റെടുക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ മെസ്സേജുകൾ വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില കൂട്ടുകെട്ടുകൾ മൂലം ചില ദുഷ്പേരുകൾ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. കൂട്ടുകൂടി നടന്നതിൻ്റെ ഫലമായി ചില വഴക്കുകളിലോ കേസുകളിലോ ഒക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചില അപകട സാധ്യത ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും മുൻപോട്ട് പോയാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. നിയമപാലകർക്കും നിയമം കൊണ്ട് ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതേപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം
അത്ര തന്നെ മെച്ചമായിരിക്കില്ല. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷം നിറഞ്ഞൊരു ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കാൻ വിഷമിക്കുന്ന ഒരു ഘട്ടമായിരിക്കും. അതേപോലെ പുതിയ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പുതിയ വാദ്യോപകരണങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങുവാനോ ഒക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് ചിലവിൻ്റെ ദിവസമാണ്. ധാരാളം ചിലവുകൾ വരുന്ന ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായ ചിലവ് അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് മനസ്സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. പെട്ടെന്നുള്ള ദൂരയാത്രയ്ക്ക് സാധ്യത തെളിയുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ പ്രത്യക്ഷപ്പെടാം. പ്രത്യേകിച്ച് സ്കിന്നിന് അസുഖമുള്ളവർക്ക് അത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. കൂടാതെ ദേഹത്ത് നീരിറങ്ങുന്ന പ്രകൃതമുള്ളവർക്കും അത് വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് വളരെയധികം ലാഭകരമായ ബിസിനസ് നടക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കുകയില്ലെങ്കിലും ചെറുകിട വ്യവസായികൾക്കും കച്ചവടക്കാർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. കുറേ നാളുകളായി ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുന്ന ദിവസമാണ്. പണ്ഡിതന്മാരെയോ മഹാന്മാരെയോ നല്ല വാക്ക് സംസാരിക്കുന്നവരെയൊക്കെ കണ്ടുമുട്ടുവാനും അവരിൽ നിന്നെല്ലാം ഉത്തേജനം ഉണ്ടാകുവാനും പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഉതകുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആലസ്യത്തിൻ്റെ ദിവസമാണ്. അതുമൂലം ചില പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഒരു ഉറ്റ ബന്ധുവിൻ്റെ വിവാഹത്തിന് സഹകരിക്കാൻ പോകേണ്ടതാണ്. പക്ഷേ ക്ഷീണവും മടിയും ഒക്കെ കൊണ്ട് നമ്മൾ വിശ്രമിച്ചാൽ ചിലപ്പോൾ അവർ എന്നേക്കുമായി പിണങ്ങിയെന്ന് വരാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. നിയമപാലകർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. മാതാപിതാക്കളിൽ ചിലർക്ക് ചില ദുരിതങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. പങ്കാളിക്ക് ഉദ്യോഗം ലഭിക്കുകയോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ട് സമാധാനിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കാലിനോ കയ്യിനോ ക്ഷതമേൽക്കുവാനും മുറിവേൽക്കുവാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇന്നെടുക്കുന്ന തീരുമാനം ദീർഘനാളത്തേക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. സ്വന്തക്കാരുടെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സ്വന്തം കുട്ടികളുടെ സ്വന്തം തന്നെയോ വിവാഹ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുവാനായി ചികിത്സ തേടുന്നവർക്കും ഉചിതമായ ചികിത്സാ സമ്പ്രദായം കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിയമപാലകർക്കും അതേപോലെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനവും അല്ലെങ്കിൽ നാളേക്ക് വേണ്ടുന്ന പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആത്മധൈര്യവുമൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും. ക്ഷേത്ര ദർശനത്തിനും പുണ്യസ്ഥല ദർശനത്തിനുമൊക്കെ വളരെയധികം സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പുതിയ സമ്മാനങ്ങളോ വിലപിടിച്ച സമ്മാനങ്ങളോ പങ്കാളിയിൽ നിന്ന് ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ പങ്കാളിയുമായി കലഹിച്ചിരിക്കുന്നവർക്ക് അത് വളരെയധികം വഷളാകാനും സാധ്യതയുണ്ട്. വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കുക. പ്രത്യേകിച്ച് വിശാഖം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കടുത്ത വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക. അത് വലിയ ശത്രുതയ്ക്ക് ഇടവരുത്തുന്നതാണ്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതോടുകൂടി ഉത്സാഹം വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികളുടെ സഹായവും സഹകരണവും ഒക്കെ കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്.
അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ധാരാളം ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും സ്വന്തം ബന്ധുമിത്രാദികളുടെ വേർപാടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ജനകമായ ചില വാർത്തകളോ ഒക്കെ ശ്രവിക്കേണ്ടതായിട്ട് വരുന്നതായി കാണുന്നു. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക. ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾക്ക് ആപത്തുകൾ വരുന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം ധനുക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമായിരിക്കും. പുതിയ സൗഹൃദങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. നല്ല സൗഹൃദങ്ങളായിട്ടാണ് അത് പര്യവസാനിക്കുക. അതുകൂടാതെ ഉറ്റമിത്രങ്ങളിൽ ചിലർക്ക് വിവാഹമോ മറ്റോ ഉറയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ബാക്കി എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഏകദേശം ഇതേപോലത്തെ അനുഭവങ്ങളാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നിരാശാജനകമായ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. പഴയ സുഹൃത്തുക്കളെയോ പഴയ ബന്ധം അറ്റുപോയ ബന്ധുക്കളെയോ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് വീണ്ടും തിക്താനുഭവങ്ങൾ ഉണ്ടാവുകയും മനപ്രയാസം ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം യാത്രയും കൂട്ടായ്മയും ഒക്കെ കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. സംഘടനകളിലോ കൂട്ടായ്മകളിലോ അസോസിയേഷനുകളിലോ ഒക്കെ നേതൃത്വം വഹിക്കുന്നവർക്ക് ഇന്ന് ചില അപമാനങ്ങളോ അല്ലെങ്കിൽ പേരുദോഷങ്ങളോ ഒക്കെ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ധനപരമായ ചില തർക്കങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അതുകൂടാതെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മാതാപിതാക്കളിൽ ചിലർക്ക് അസുഖങ്ങൾ വരുവാനോ അപ്രതീക്ഷിതമായ ആശുപത്രി ചിലവുകൾ വർദ്ധിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ചില അനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഇഷ്ടജനങ്ങളുമായി സമ്പർക്കം പുലർത്തുവാനും ഇഷ്ടപ്പെട്ട ആളുകളുമായി സമയം ചിലവഴിക്കുവാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കൂടിയാലോചിക്കുന്ന പല കാര്യങ്ങളും വളരെയധികം പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ജോലി മാറ്റത്തെക്കുറിച്ച് കാര്യക്ഷമമായി ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. എന്നാൽ ഇപ്പോൾ ജോലി മാറ്റത്തിന് അനുകൂലമായൊരു സമയമായിരിക്കുകയില്ല. ശാരീരിക സ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്നതായി കാണുന്നു. അനുകൂലമായ മാറ്റങ്ങളാണത്. അതേപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനോ പുതിയ പങ്കാളിയെ കണ്ടുമുട്ടാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും ഉചിതമായൊരു ദിവസമായിരിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള തീരുമാനങ്ങൾ മാതാപിതാക്കൾ എടുക്കുന്ന ദിവസമാണ്. വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, വിവാഹം വൈകുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. പങ്കാളിക്ക് വേണ്ടി സമ്മാനങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുവാനോ ഒക്കെയുള്ള അവസരം വരുന്നൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വളരെ ഗണ്യമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്നാലും ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കുക. ഏഴര ശനിക്കാലമായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. മുട്ടുവേദന, നടുവേദന ഒക്കെ ഉള്ളവർക്ക് അത് ഇന്നത്തെ ദിവസം വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക. വളരെ വൈഷമ്യം പിടിച്ച ജോലികൾ ഏറ്റെടുക്കുവാനും അത് പൂർത്തിയാകാത്തതിലോ നിരാശ വരുവാനും ഒക്കെ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിവാഹാധികാരികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാധീനം നിങ്ങൾക്ക് എല്ലാവർക്കും നിറയെ ഉണ്ടാവട്ടെ എന്നും എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.